ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫ്രൈഡേ കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിജോ. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുക്കർ ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു, നന്നായിട്ട് കഴുകിയെടുത്തു. അതിന് ശേഷം ചിക്കനെ മസാല പരത്താൻ വേണ്ടിയിട്ട് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സൈഡും ചേർത്ത് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഇപ്പോൾ വരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രസ്റ്റ്, കാലിൻ്റെ സൈഡ്, എല്ലാ സൈഡും ചേർത്ത് നന്നായിട്ട് വരഞ്ഞിടുക. അപ്പോൾ നമുക്ക് മസാല പറ്റാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ചിക്കനെ റെഡിയാക്കി ഇടുക. അപ്പോൾ ഞാൻ മസാല പറ്റാൻ വേണ്ടിയിട്ട് ചിക്കൻ റെഡിയാക്കി ഇതേ വരഞ്ഞു വെച്ചു. ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെള്ളം മറന്നു പോകാനാണ്. ആ സമയം കൊണ്ട് നമുക്ക് മസാല ഇടാം. ഞാൻ വലിയ സ്റ്റീലിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മസാലകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടിയാണ് ആദ്യം ഇടണേ. 2.5 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. 2 വലിയ ചിക്കൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ മസാല ഇടുന്നത്. ഞാൻ ഒരു സ്പൂൺ മേലെയായിട്ട്, ചെറിയ സ്പൂണിൽ മേലെയായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണിൽ മേലെയായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണിൽ മേലെയായിട്ട് തന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് മസാല ലാസ്റ്റ് വേണമെങ്കിൽ വായിന്ന് ടച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളി നമുക്ക് നേരത്തെ കൂട്ടി അരച്ച് വയ്ക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് ചേർക്കുന്നത് ചിക്കനെ നമുക്ക് കുക്കായി വരുമ്പോൾ സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തൈരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉള്ളതുകൊണ്ട് അതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാ സൈഡും ചേർത്ത് ഇളക്കി നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മസാല നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് എല്ലാ സൈഡും ചേർത്ത് ഇളക്കി നല്ല രീതിയിൽ തന്നെ മസാലേനെ നമുക്ക് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. മസാല കുറച്ച് ടൈറ്റാണ്. അപ്പോൾ കുറച്ച് മസാല കൂടി ചേർത്ത് ഏകദേശം ഒരു നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട് മസാല. ഒരുപാട് ലൂസായി പോകാതിരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ചിക്കനിലേക്ക് തേച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ മസാല തേക്കുമ്പോൾ നന്നായിട്ട് തന്നെ എല്ലാ സൈഡിലും പറ്റാൻ പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വരഞ്ഞ സൈഡൊക്കെ ഉണ്ടല്ലോ, ആ വരഞ്ഞ സൈഡിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ എല്ലാ സൈഡിലും മസാല പിടിച്ചാൽ മാത്രമാണ് അത് കുക്കായി വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചിക്കനെ മസാല തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വരഞ്ഞ സൈഡിലേക്ക് എല്ലാ സൈഡിലേക്കും മസാല ശരിക്കും ഇറങ്ങി പോകണം. അപ്പോൾ ഞാനൊരു ചിക്കനെ കഴിഞ്ഞു. നമുക്ക് 2ാമത്തെ ചിക്കൻ്റെ കൂടി എടുത്ത് തേക്കാം. അപ്പോൾ നമ്മുടെ 2ാമത്തെ ചിക്കൻ ഞാനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. ഈ മസാല ഇട്ടിട്ട് നമ്മൾ ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ മസാല ശരിക്കും അതിനകത്ത് പിടിക്കുള്ളൂ. ബാക്കിയൊന്നും മസാല നമുക്കെല്ലാം കൂടി ആ ചിക്കൻ്റെ മേത്ത് തന്നെ തേച്ച് പിടിപ്പിക്കാം. ഇത് മസാല ഇട്ട ചിക്കൻ ഞാൻ റെഡിയാക്കി ഒരു ബോളിലേക്കാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം. ഇതിപ്പോൾ ഞാൻ കുക്കറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കർ ചിക്കനുള്ള പരിപാടി നമ്മൾ ആരംഭിച്ചു. ഇത് ഞാൻ കുക്കറിനകത്ത് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. നോക്കിയേ, നമ്മൾ വെള്ളം ചേർക്കാതെയാണ് കുക്കർ ചിക്കൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചിക്കൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ. ഞാൻ അതിൽ ചിക്കനെ ആ ഓയിലിനോട് ചേർത്ത് തന്നെ വെച്ച് കൊടുത്ത് ഒരു ചിക്കൻ വെച്ച് കൊടുത്തു. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ചിക്കൻ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓയിൽ ഇങ്ങനെ അടിയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് ചിക്കൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് വെള്ളമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കും. ഞാൻ 2ാമത്തെ ചിക്കനെയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ചിക്കനാണ് നമ്മളിന്ന് കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നത്. ബാക്കിയൊന്ന് മസാല നമ്മുടെ ആ വയറിനുള്ളിലേക്ക് ഒന്ന് തിരികെ കൊടുത്തേക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കാലുണ്ടല്ലോ, ആ കാല് നമുക്ക് ബ്രസ്റ്റിനോട് ചേർത്ത് ടൂത്ത് പിക്കോ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിനെ കുത്തി ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബോയിലായാലും അത് അടർന്ന് പോകാതിരിക്കാണ്ട് അതങ്ങനെ ചേർന്നിരുന്നോളും കുക്കായി വരുമ്പോൾ. അപ്പോൾ ഞാൻ 4 സൈഡും ചേർത്ത് ആ ബ്രസ്റ്റിനോട് ചേർത്ത് ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി വയ്ക്കുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക.
3 രീതിയിലാണ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുക. ഈ രീതിയിൽ കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാം. പിന്നെ ഞാൻ ഇതിനെ ചെറിയ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗ്രേവി ഉണ്ടാക്കി അതിനകത്ത് ചേർക്കുന്നുണ്ട്. 3 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡിയായി. ഞാൻ ഈ കുക്കർ അടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കറിൽ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് കുക്കറിൽ ഇങ്ങനെ കുക്കാക്കി ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വയ്ക്കുക. അതിങ്ങനെ ചെറിയ സൗണ്ടൊക്കെ വരും, എന്നാലും കുഴപ്പമില്ല. ഒരു 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കതിനെ തുറന്ന് നോക്കിയാൽ മതി. വിസിലടിക്കില്ല, കുഴപ്പമില്ല. ഒരു 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിന് തുറന്ന് കൊടുക്കാം. ആവി പോയതിന് ശേഷം മാത്രം തുറക്കാൻ നോക്കാം. നോക്കിക്കേ, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നിങ്ങളൊന്ന് പിടിച്ച് നോക്കിയാൽ കാലിൻ്റെ സൈഡ് ഇങ്ങനെ പൊട്ടി വരും. കുക്കായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റും കേട്ടോ. നമ്മുടെ 2 ചിക്കനും ഇവിടെ കുക്കായിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റ് നേരമാണ് വെച്ചത്. ഇപ്പോൾ ഒരു ചിക്കനൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും 15 മിനിറ്റ് നേരം കുക്കായിക്കോളും. എങ്ങാനും കുക്കായില്ലെങ്കിൽ നിങ്ങൾക്ക് ബോയിലായാലും തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ആവി കയറ്റിക്കോട്ടോ. 15 മിനിറ്റ് മതി കറക്റ്റ് ടൈം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കനെ ഫ്രൈ ചെയ്യാണ്, ഒരു ചിക്കനെ ഗ്രേവി ആക്കാണ്. അപ്പോൾ അതായത് ഞാൻ ഒരു ചിക്കനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യുന്ന ഫുൾ ഫ്രൈ അല്ല, എല്ലാ സൈഡും നമുക്കൊന്ന് അതിനെ മൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കനൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ചിക്കൻ അതേ ഓയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ എന്താ സ്റ്റൈല്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ ചിക്കൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുക്കർ ചിക്കൻ നിങ്ങൾ പല രീതിയിലും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ രീതിയൊന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് കൂട്ടുകാരിലേക്ക് എത്തിക്കണം കേട്ടോ. എന്നാലേ എൻ്റെ ചാനലൊന്ന് റീച്ച് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അടുത്ത സൈഡിലേക്ക് മറച്ച് വെച്ച് കൊടുക്കാം. ചെറുങ്ങനെ ഒരു സൈഡ് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് അടുത്ത സൈഡിലേക്ക് ചരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഇങ്ങനെ ആ സൈഡിൽ നിന്ന് മുരിച്ചിടുക. ഫുള്ള് കുക്കാക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഓൾറെഡി കുക്കായ ചിക്കനാണ്. അപ്പോൾ നമുക്ക് ആ സൈഡും കൂടി ഫ്രൈ ആയതിനു ശേഷം മാത്രമാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ചിക്കൻ്റെ മസാല ചേർക്കാൻ നേരത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ആദ്യം കുറച്ച് ഉപ്പിട്ടതിന് ശേഷം പിന്നെ മസാല ഫുള്ള് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നോക്കാം കേട്ടോ. നമ്മുടെ അടുത്ത ചിക്കൻ ഇരിക്കുന്നുണ്ടോ, 2 ചിക്കൻ, ഒരു ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഒരു ചിക്കൻ കരക്കി അടുപ്പിച്ച് വെച്ചാണ് കണ്ടോ. നമുക്ക് അടുത്ത ചിക്കനെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. എന്താ സ്റ്റൈൽ. നമ്മുടെ മനോജ് ഭായി ക്യാമറ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായി. പുള്ളി അത് ഷെയർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം കേട്ടോ. ഷെയർ ചെയ്യണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത ചിക്കനും ഏകദേശമൊക്കെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ആരെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും എനിക്ക് എൻ്റെ അഭിപ്രായം പറയണം. ചിലരും പല രീതിയിലും കുക്കർ ചിക്കൻ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ സ്റ്റൈൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് എനിക്കൊന്ന് തന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതേ ഒരു ചിക്കൻ ഞാൻ കോരി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരും ഞാൻ കഴിച്ച് അതിൻ്റെ അഭിപ്രായം പറയാം. അതിന് ശേഷം അടുത്ത ചിക്കൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുത്ത ബാറ്റർ കൂടി ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചിക്കൻ കോരി മാറ്റി പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് സവോളയും കുറച്ച് തക്കാളിയും ചേർത്തൊന്ന് ഭംഗിയാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പീസും സവോളയും ഇതും കൂടി ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് നോക്കിയിടുന്ന അഭിപ്രായം പറഞ്ഞേ. ഫ്രൈഡേ കിച്ചണിന്റെ പുതിയ എപ്പിസോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇന്നതാ നമ്മളിവിടെ ശരിയാക്കിയിരിക്കുന്ന നമ്മളെ സിജോവായി പ്രിപ്പയർ ചെയ്തേക്കുന്ന നല്ല ചിക്കനാണ്. ഫുൾ ചിക്കൻ പ്രഷർ കുക്കറിലൊക്കെ വേവിച്ച് അതിനതാ പൊരിച്ചെടുത്തേക്കാണ്. എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കനെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല എല്ലായിടത്തും നല്ല മുരിഞ്ഞിട്ടുണ്ട്, മസാല ചേർന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. എല്ലായിടത്തും മസാലയുണ്ട്, ഉള്ളിൽ നോക്കിയാലും മസാലയുണ്ട്. പിന്നെ അതിനെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. എന്തായാലും സംഭവം അടിപൊളി ഇത് തന്നെയാണ്. പിടിച്ചു നോക്കുമ്പോഴൊക്കെ നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളൊരു ഭാഗം ഒന്ന് കഴിച്ചു നോക്കാം. സ്പെഷ്യലി ഞാൻ ഈ കാലിന്റെ ഭാഗം തന്നെ എടുക്കുന്നു. എനിക്ക് കാലിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാ. ഞാനിവിടെ പിടിച്ചപ്പോൾ തന്നെ അത് വരുന്നുണ്ട്.
എന്നാലും മൊത്തത്തിൽ വലിച്ചു പിടിച്ചെടുക്കുന്നില്ല. ഇപ്പോഴൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് നല്ല നല്ല ഫ്രഷി ജ്യൂസി ചിക്കനാണ്. നല്ല ജ്യൂസി ചിക്കനാണ്. അതായത് വേറൊന്നും ചേർത്തിട്ടില്ല, ഒരു മസാല ഇതൊക്കെ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ ഇതിൽ ഒരു ചെറിയ ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ സാധനം, നല്ല ഫ്രഷ്, നല്ല സോഫ്റ്റ് ചിക്കൻ. നമ്മൾ ഇത്രയും ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഈ വീട്ടിൽ ഓക്കെ നമ്മൾ കടയിൽ പോയി മേടിക്കുന്നത് നമുക്കറിയാം, പക്ഷെ കടയിൽ പോയി മേടിച്ചാൽ ഈ ഒരു ഇത് കിട്ടത്തില്ല. ഇപ്പം ഇവിടെ ഉണ്ടാക്കി നല്ല രീതിയിൽ നമ്മൾ സിജോവായി ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ചിക്കൻ, സൂപ്പർ സാധനം കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇത് എനിക്കൊന്നും പറയാനില്ല, എനിക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഇത് മൊത്തം ഞാൻ കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്, കാര്യം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. നല്ലത് സിജോവായി പൊളിച്ചു കേട്ടോ. ഈ സോഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറയുന്നത്, സോഫ്റ്റ് കിട്ടാൻ നമ്മൾ മസാല മിക്സ് ചെയ്തപ്പോൾ തൈര് ചേർത്തിട്ടുണ്ട്. തൈര് ചേർത്ത് മാരിനേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിക്കന് സോഫ്റ്റ് കിട്ടും. ഇതൊരു ടിപ്സാണ്. അപ്പോൾ നമ്മുടെ മനോജ് ഭായി അഭിപ്രായം പറഞ്ഞ് കേട്ടില്ലേ. അപ്പോൾ നമ്മൾ അടുത്ത ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട്, കുറച്ച് ഗ്രേവി റെഡിയാക്കിയിട്ടുണ്ട്. ഗ്രേവി റെഡിയാക്കിയിട്ട് സിമ്പിൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഒരു സവാള എടുത്തു, ചോപ്പ് ചെയ്തിട്ടു, ഒരു ക്യാപ്സിക്കം, 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടി ചേർക്കാം. അതുകൊണ്ട് എല്ലാം കൂടി വാട്ടി 2 തക്കാളിയും കൂടി ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും, കുറച്ച് ഗരം മസാലപ്പൊടിയും, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്തിട്ടിരിക്കുന്നത്. ഇത് കൂട്ടി ചേർത്ത് ഒരു ഗ്രേവി മാതിരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്രേവിയുടെ റെസിപ്പി പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞെന്നുള്ളൂ. ഞാൻ ഗ്രേവി ചേർത്തു, റെഡിയാക്കി. ഞാൻ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ചിക്കൻ അതിൽ വെച്ചിട്ട് മറിച്ചും തിരിച്ച് നമുക്ക് അതിനകത്ത് വയ്ക്കാം. ഞാൻ ചെറുങ്ങനെ മസാല ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ചിക്കനാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ 2 ഇതിലും നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആ ഗ്രേവിയൊക്കെ ചേർത്ത് നമുക്ക് ചിക്കൻ്റെ മേലേക്കൊന്ന് ചെറുങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് കയറി പിടിച്ചോളും. നല്ല അടിപൊളി സംഭവം ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് എന്താ പറയുക നഷ്ടമാകും. കാരണം ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് നല്ല അടിപൊളി സംഭവമാണ് ഇത്. ചിക്കൻ നിങ്ങൾ ഓവർ ബോയിലാവാണ്ട് നോക്കണം. നമുക്ക് കറക്റ്റ് ബോയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കൻ. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇതിപ്പോൾ കുറച്ച് ഞാൻ ഗ്രേവി മാതിരി ഉണ്ടാക്കിയിട്ട് ചിക്കൻ അത് ആ ഗ്രേവിയിലേക്ക് വെച്ചു. ഇനി അത് കുറച്ച് ഗ്രേവിയും കൂടി ചിക്കന് പിടിച്ചാൽ പ്രത്യേക ടേസ്റ്റ് ആയിട്ടാ. കുറച്ച് നേരം ചിക്കൻ വെച്ച് നമുക്ക് തിളപ്പിച്ചതിന് ശേഷം ചിക്കൻ ഒരു ബോളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഗ്രേവീനെ എടുത്തിട്ട് ചിക്കൻ്റെ മേലെ കൂടെ അങ്ങ് ചേർക്കാം, ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട്. കണ്ടോ, ഞാൻ ചിക്കൻ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ചു. എന്നിട്ട് ഈ ഗ്രേവീനെ ചിക്കൻ്റെ മേലെ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണിത്. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ചെയ്യാത്ത ആൾക്കാർ. ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നോക്കിക്കേ, കിടു എന്ന് പറഞ്ഞാൽ കിടു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.